ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ കവിതാ പുസ്തകത്തിൽ ഒരുപാട് കഥകളും കവിതകളൊക്കെ ഉള്ളൊരു പുസ്തകമാണ് കേട്ടോ ഇതിലെ എല്ലാ കഥകളും കവിതകളൊക്കെ ഞാൻ സ്വന്തമായിട്ട് എഴുതിയതാണ്. അപ്പോൾ ഇതിലുള്ള കഥകളിൽ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം കേട്ടോ. ഏതാ കഥ എന്ന് വെച്ചാൽ കുഞ്ഞുട്ടിയും കുറിഞ്ഞിപ്പൂച്ചയും. നോക്കിയാലോ. കാഞ്ഞിപ്പുരയിലെ കാഞ്ഞങ്ങാടി എന്ന നാട്ടിലാണ് കുഞ്ഞുട്ടി എന്ന കൊച്ചു കുട്ടി ഉണ്ടായിരുന്നത്. അതും ഒരു കൊച്ചു കുടിലിൽ. ആ കുടിലിൽ അവളും അവളുടെ അമ്മയും പിന്നെ അച്ഛനും മാത്രമായിരുന്നു. പിന്നെ അവിടെ കുറിഞ്ഞി എന്ന കുസൃതി പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ. ആ പൂച്ചയെ കുഞ്ഞുട്ടി നല്ലവണ്ണം നോക്കിയിരുന്നു. വെറും നോക്കലല്ല, പൊന്നു പോലെയായിരുന്നു നോക്കിയിരുന്നത്. അവൾക്ക് അവളുടെ അമ്മ വെള്ളയപ്പവും മുട്ടയും കഴിക്കാൻ കൊടുക്കുമായിരുന്നു. എന്നാൽ അവൾ അത് അവളുടെ പ്രിയപ്പെട്ട കുറിഞ്ഞിക്ക് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് കുറിഞ്ഞിക്ക് ഒരുപാട് സഹായങ്ങളും ഭക്ഷണവും എല്ലാ ആവശ്യങ്ങളും ലഭിക്കാറുണ്ട്. ഒരു ദിവസം കുറിഞ്ഞിക്കൊരു അസുഖം ബാധിച്ചു. അത് കണ്ട് കുഞ്ഞുട്ടിക്ക് സങ്കടമടക്കാനായില്ല. ആ സമയം കൊണ്ട് തന്നെ കുഞ്ഞുട്ടിയുടെ അമ്മ കുറച്ച് പച്ചില മരുന്നുകളും കുറച്ച് ഭക്ഷണവും കൊണ്ടുവന്ന് കുറിഞ്ഞിക്ക് കൊടുത്തു. അത് കഴിച്ച ഉടൻ തന്നെ കുറിഞ്ഞിയുടെ അസുഖം പമ്പ കടന്നു. അങ്ങനെ വീണ്ടും പഴയതുപോലെയായി. ആ സന്തോഷത്തിൽ അവർ രണ്ടുപേരും ഉല്ലാസത്തോടെ കളിച്ചു നടന്നു. എൻ്റെ പേര് ഫാത്തിമ റിസ. അപ്പോൾ ഞാനാണ് ഈ കുഞ്ഞുട്ടിയും കുറിഞ്ഞിപ്പൂച്ചയും എന്ന ഈ കഥ എഴുതിയത്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല, എന്നാലും നല്ല രസമായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എന്നോട് പറയണേ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരാട്ടോ. ഇനിയും ഒരുപാട് കഥകളുണ്ട്, ഞാൻ പറഞ്ഞു തരാം. കഞ്ഞിമുത്തശ്ശിയും കഞ്ഞിക്കൊതിയും കിട്ടുണ്ണിയും, പിന്നെ മഴവില്ല്, ചായ പെൻസിൽ വരച്ച മഴവില്ലുണ്ട്, വർണ്ണച്ചിറകുള്ള ചിത്രശലഭങ്ങളുണ്ട്, ചെളിക്കുട്ടപ്പൻ സുന്ദരക്കുട്ടപ്പനായി, നെയ്യപ്പം ചുട്ട വീട്ടമ്മ, കിട്ടനാനയും കുട്ടൻ പാപ്പനും. ഇതൊക്കെ ഞാൻ എഴുതിയ കഥ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുട്ടിയും കുറിഞ്ഞിപ്പൂച്ചയും എന്ന ഈ രസകരമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നോട് മറക്കാതെ പറയണേ. ഇഷ്ടമെങ്കിൽ ഒരു റെഡ് ഹാർട്ട് ഇട്ടാലോ കേട്ടോ. ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് കഥകളും കവിതകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.